തോൽക്കാൻ മനസ്സില്ലാത്തവർക്കും ലോകം കീഴടക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ചരിത്രം മാറ്റിയെഴുതിയ ആചാര്യന്റെ തന്ത്രങ്ങളുടെ ലോകത്തിലേക്ക് സ്വാഗതം. അതെ, ചാണക്യലോകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൂരിഭാഗം മനുഷ്യരും സുഖനിദ്രയിലാണ്ടുകിടക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ നിഗൂഢ ശക്തികളുണരുന്ന ഒരു പുണ്യസമയമുണ്ട്. ബ്രഹ്മമുഹൂർത്തം. ഒരു സാധാരണക്കാരനായ ബാലനെ അഖണ്ഡഭാരതത്തിന്റെ ചക്രവർത്തിയാക്കി മാറ്റിയ ആചാര്യ ചാണക്യൻ തന്റെ അതിശക്തമായ യുദ്ധതന്ത്രങ്ങൾക്കും രാഷ്ട്രീയ വിജയങ്ങൾക്കും അടിത്തറയിട്ടത് ഇതേ ബ്രഹ്മമുഹൂർത്തത്തിലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റുന്ന ബ്രഹ്മമുഹൂർത്തത്തിന്റെ നിഗൂഢതകളും ചരിത്രം വിറപ്പിച്ച ചാണക്യന്റെ വിജയരഹസ്യങ്ങളുമാണ് ഇന്ന് നമ്മൾ അനാവരണം ചെയ്യുന്നത്. ലക്ഷ്യങ്ങൾ വലുതാണെങ്കിൽ വിജയം നിങ്ങളുടെ ദാസനാകാൻ പോവുകയാണ്. എന്നാൽ ആ നിഗൂഢതകളിലേക്ക് കടക്കുന്നതിനു മുൻപ് ഇതുപോലെയുള്ള ശക്തമായ ജീവിതവിജയ തന്ത്രങ്ങളും പ്രചോദനങ്ങളും നിങ്ങളുടെ മുന്നിൽ ആദ്യം തന്നെ എത്തിച്ചേരാൻ നമ്മുടെ ഈ ചാണക്യലോകം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് നൽകുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ദയവായി ഇത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കോമന്റായി രേഖപ്പെടുത്തുമല്ലോ. വരിക, ലക്ഷ്യങ്ങൾ വലുതാണെങ്കിൽ വിജയം നിങ്ങളുടെ ദാസനാകാൻ പോവുകയാണ്. ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ പൂർവികർ സമയത്തെ വളരെ കൃത്യമായി വിഭജിച്ചിട്ടുണ്ടായിരുന്നു. 24 മണിക്കൂറുള്ള ഒരു ദിവസത്തെ അവർ 30 മുഹൂർത്തങ്ങളായി തിരിച്ചു. അതിൽ ഏറ്റവും സവിശേഷമായ ഒന്നാണ് ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മം എന്നാൽ പ്രപഞ്ചം അല്ലെങ്കിൽ ജ്ഞാനം എന്നാണർത്ഥം. മുഹൂർത്തം എന്നാൽ സമയം, അതായത് ജ്ഞാനം നേടാൻ പ്രപഞ്ചം നമുക്കായി ഒരുക്കിത്തരുന്ന സമയം. സൂര്യോദയത്തിന് കൃത്യം 1 മണിക്കൂർ 36 മിനിറ്റ് മുൻപാണ് ഈ സമയം ആരംഭിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ പുലർച്ചെ 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ് മുതൽ പുലർച്ചെ 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ് വരെയുള്ള ആ റിഫ്രഷിംഗ് സമയത്തെയാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്ന് വിളിക്കുന്നത്. ആത്മീയമായി നോക്കിയാൽ പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജം അതിന്റെ പരകോടിയിൽ നിൽക്കുന്ന സമയമാണിത്. ഭാരതീയ പുരാണങ്ങളനുസരിച്ച് ഈ പുണ്യസമയത്ത് പ്രകൃതിയും പ്രപഞ്ചശക്തികളും ഉണർന്നിരിക്കുന്നു. ഈ സമയത്ത് പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ മെഡിറ്റേഷൻ ചെയ്യുന്നത് മനസ്സിന് അസാധാരണമായ ശാന്തത നൽകും. നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെയും ഭയത്തെയും ഇല്ലാതാക്കി പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ ബ്രഹ്മമുഹൂർത്തത്തിലെ അന്തരീക്ഷത്തിന് കഴിയും. അതുകൊണ്ടാണ് പണ്ടുകാലത്ത് ഋഷിമാരും യോഗികളും ഈ സമയം മാത്രം തങ്ങളുടെ തപസ്സിനായി തിരഞ്ഞെടുത്തത്. ശാസ്ത്രീയമായ സത്യങ്ങൾ, സയന്റിഫിക് ഫാക്ട്സ്. ഇനി ഇതൊരു അന്ധവിശ്വാസമാണെന്ന് കരുതുന്നവർക്കായി ഇതിന്റെ ശാസ്ത്രീയ വശം പറയാം. ആധുനിക ശാസ്ത്രം പോലും ബ്രഹ്മമുഹൂർത്തത്തിന്റെ ഗുണങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. ശുദ്ധമായ വായു, ഓസോൺ ലെയർ പുലർച്ചെയുള്ള ഈ സമയത്ത് അന്തരീക്ഷത്തിൽ നാസന്റ് ഓക്സിജൻ അഥവാ ശുദ്ധമായ ഓക്സിജന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഇത് ശ്വസിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തിനും രക്തയോട്ടത്തിനും ഉന്മേഷം നൽകുന്നു. കോർട്ടിസോൾ ഹോർമോൺ, പുലർച്ചെ നമ്മുടെ ശരീരത്തിൽ സമ്മർദ്ദം കുറയ്ക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത കൂട്ടാനും സഹായിക്കുന്നു. ശബ്ദമലിനീകരണമില്ലാത്ത അന്തരീക്ഷം, വണ്ടികളുടെയോ മനുഷ്യരുടെയോ ശബ്ദമില്ലാത്ത ഈ നിശബ്ദത തലച്ചോറിലെ ആൽഫ തരംഗങ്ങളെ ആൽഫ വേവ്സ് ഉണർത്തുന്നു. ഇത് പഠനകാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തുചൂഷണം ചെയ്യാൻ വിദ്യാർത്ഥികളെ സഹായിക്കും. ചാണക്യൻ എന്തിനാണ് ഇത് തിരഞ്ഞെടുത്തത്? തന്ത്രജ്ഞനായ ആചാര്യ ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ഒരു വ്യക്തിയുടെ വിജയം നിർണ്ണയിക്കുന്നത് അവൻ ദിവസത്തിന്റെ തുടക്കം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് എന്നാണ്. ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഉണരുന്ന ഒരാൾക്ക് മറ്റുള്ളവരെക്കാൾ 2 മണിക്കൂർ അധികം സമയം ലഭിക്കുന്നു. ഈ സമയത്ത് ശത്രുക്കൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത തന്ത്രങ്ങൾ മെനയാൻ ചാണക്യന് കഴിഞ്ഞിരുന്നു. കാരണം മസ്തിഷ്കം ഏറ്റവും കൂടുതൽ ഉൽപ്പാദനക്ഷമതയോടെ പ്രൊഡക്റ്റീവ് പ്രവർത്തിക്കുന്നത് ഈ സമയത്താണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നതിന്റെ ഒന്നാമത്തെ മഹാഗുണം തീരുമാനങ്ങളിലെ കൃത്യതയും മസ്തിഷ്കത്തിന്റെ അസാധാരണ ഉൽപ്പാദനക്ഷമതയും, മെന്റൽ ക്ലാരിറ്റി ആൻഡ് ഹൈ പ്രൊഡക്ടിവിറ്റി. നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ലഭിക്കുന്ന ഒന്നാമത്തെയും ഏറ്റവും വലിയതുമായ ഗുണം അസാധാരണമായ മാനസിക വ്യക്തതയാണ്, ആബ്സല്യൂട്ട് മെന്റൽ ക്ലാരിറ്റി. ശാസ്ത്രീയമായി പറഞ്ഞാൽ പുലർച്ചെയുള്ള ഈ സമയത്ത് നമ്മുടെ തലച്ചോറിൽ സമ്മർദ്ദമുണ്ടാക്കുന്ന കോർട്ടിസോൾ ഹോർമോണിന്റെ അളവ് വളരെ കുറവായിരിക്കും. പ്രകൃതി പൂർണ്ണമായും നിശബ്ദമായിരിക്കുന്നതിനാൽ പകൽ സമയങ്ങളിൽ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന യാതൊരുവിധ കോലാഹലങ്ങളും ഈ സമയത്തുണ്ടാകില്ല. ഈ നിശബ്ദത തലച്ചോറിലെ ആൽഫ തരംഗങ്ങളെ ആൽഫ വേവ്സ് ഉണർത്തുന്നു. ഈ സമയത്ത് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റിപ്പോകില്ല എന്ന് മാത്രമല്ല, സാധാരണ സമയത്തേക്കാൾ ഇരട്ടി വേഗത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ മസ്തിഷ്കത്തിന് സാധിക്കുകയും ചെയ്യും. ചാണക്യന്റെ ജീവിതവും ഈ ഗുണവും തമ്മിലുള്ള ബന്ധം. ഇനി ഇത് ചാണക്യന്റെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. അഖണ്ഡഭാരതത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ തന്ത്രജ്ഞനായിരുന്നു ആചാര്യ ചാണക്യൻ. ഒരു സാമ്രാജ്യം തകർക്കാനും പുതിയൊരെണ്ണം പടുത്തുയർത്താനും
അതിശക്തമായ തന്ത്രങ്ങളും അതിവേഗത്തിലുള്ള തീരുമാനങ്ങളും ആവശ്യമായിരുന്നു. ശത്രുക്കൾക്ക് പോലും പ്രവചിക്കാൻ കഴിയാത്ത ചാണക്യന്റെ കൗശലപൂർണമായ യുദ്ധതന്ത്രങ്ങൾ ജനിച്ചതും രൂപപ്പെട്ടതും ഈ ബ്രഹ്മമുഹൂർത്തത്തിലായിരുന്നു. ചാണക്യൻ തന്റെ ദിനചര്യയിൽ ഈ സമയത്തിന് വലിയ പ്രാധാന്യം നൽകി. പകൽ സമയങ്ങളിൽ രാജ്യാന്തര കാര്യങ്ങളിലും ചന്ദ്രഗുപ്തന്റെ ഭരണകാര്യങ്ങളിലും തിരക്കിലായിരിക്കുന്ന ചാണക്യൻ പ്രകൃതിയും ശത്രുക്കളും ഒരുപോലെ ഉറങ്ങിക്കിടക്കുന്ന ഈ പുലർകാല സമയമാണ് തന്റെ ചിന്തകൾക്കായി മാറ്റിവെച്ചത്. മനസ്സ് ഏറ്റവും ശാന്തമായിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹം അന്നത്തെ ദിവസത്തെക്കുറിച്ചുള്ള പദ്ധതികൾ കൃത്യമായി ആസൂത്രണം ചെയ്തു. ശത്രുക്കളുടെ നീക്കങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണം, സൈന്യത്തെ എങ്ങനെ വിന്യസിക്കണം എന്നതിനെക്കുറിച്ചുള്ള അതിസങ്കീർണമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ ചാണക്യനെടുത്തത് ഈ ബ്രഹ്മമുഹൂർത്തത്തിലായിരുന്നു. അതുകൊണ്ടുതന്നെ പകൽ വെളിച്ചത്തിൽ ആ തന്ത്രങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിൽ ഒരു പിഴവ് പോലും സംഭവിച്ചിരുന്നില്ല. പ്രിയ ചാണക്യലോകം പ്രേക്ഷകരെ, ആലോചിച്ചു നോക്കൂ. പലപ്പോഴും പകൽ സമയങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ദേഷ്യം കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ തെറ്റിപ്പോകാറുണ്ട്. എന്നാൽ നിങ്ങൾ നാളെ മുതൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മനസ്സ് ഒരു കണ്ണാടി പോലെ വ്യക്തമാകും. പഠിക്കുന്ന കാര്യങ്ങൾ മറന്നുപോകുന്ന വിദ്യാർത്ഥികൾക്കും ബിസിനസ്സിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർക്കുമുള്ള ഏറ്റവും മികച്ച പ്രതിവിധിയാണ് ഈ സമയം. ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ തലച്ചോർ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ചാണക്യനെപ്പോലെ തന്ത്രപരമായ ഒരു മേധാവിത്വം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് സ്വന്തമാക്കാം. നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുമ്പോൾ ലഭിക്കുന്ന രണ്ടാമത്തെ വലിയ ഗുണം സമയത്തിന്മേലുള്ള പൂർണ്ണമായ നിയന്ത്രണമാണ്, മാസ്റ്ററി ഓവർ ടൈം. ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം ആളുകളും പറയുന്ന ഒരു പരാതിയുണ്ട്: എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന്. എന്നാൽ സത്യത്തിൽ നമുക്ക് സമയമില്ലാത്തതാണോ അതോ നമ്മൾ സമയം കളയുന്നതാണോ? സാധാരണയായി ഒരാൾ രാവിലെ 7 മണിക്കപ്പോൾ ഉണരുമ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ, അതായത് പുലർച്ചെ 4 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് ഉണരുന്ന ഒരു വ്യക്തിക്ക് ദിവസവും 2.5 മണിക്കൂർ അധികമായി ലഭിക്കുന്നു. ദിവസേനയുള്ള ഈ 2.5 മണിക്കൂർ നിങ്ങൾ കണക്കുകൂട്ടിയാൽ ഒരു വർഷം കൊണ്ട് മറ്റുള്ളവരേക്കാൾ ഏകദേശം 900 മണിക്കൂറുകൾ, അതായത് 37 ദിവസങ്ങൾ അധികമായി നിങ്ങൾക്ക് ലഭിക്കുകയാണ്. മറ്റുള്ളവർ ഉറങ്ങിത്തീർക്കുന്ന ആ ദിവസങ്ങൾ നിങ്ങളുടെ വിജയത്തിനായി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചാണക്യന്റെ തത്വവും ഈ ഗുണവും തമ്മിലുള്ള ബന്ധം. ആചാര്യ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ പറയുന്ന വളരെ പ്രശസ്തമായൊരു തത്വമുണ്ട്: സമയത്തെ ബഹുമാനിക്കാത്തവനെ സമയം നശിപ്പിച്ചു കളയും. ശത്രുവിനെ തോൽപ്പിക്കുന്നതിനു മുൻപ് നിങ്ങൾ സമയത്തെ തോൽപ്പിക്കാൻ പഠിക്കണം. ചാണക്യന്റെ ജീവിതത്തിൽ അദ്ദേഹം എപ്പോഴും തന്റെ ശത്രുക്കളെക്കാൾ 4 ചുവടുകൾ മുന്നിലായിരുന്നു. അതിന്റെ പ്രധാന കാരണം ഈ സമയലാഭമായിരുന്നു. ശത്രുരാജ്യങ്ങളിലെ രാജാക്കന്മാരും സൈന്യവും സുഖനിദ്രയിലായിരിക്കുന്ന ബ്രഹ്മമുഹൂർത്തത്തിൽ ചാണക്യനും ചന്ദ്രഗുപ്തനും ഉണർന്ന് തങ്ങളുടെ കരുക്കൾ നീക്കിത്തുടങ്ങിയിട്ടുണ്ടാകും. ശത്രുക്കൾ ഉണർന്ന് പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞ് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങുമ്പോഴേക്കും ചാണക്യൻ തന്റെ പകുതി പ്ലാനുകളും നടപ്പിലാക്കി കഴിഞ്ഞിരിക്കും. ഇതിനെയാണ് ചാണക്യൻ തന്ത്രപരമായ മേധാവിത്വം, സ്ട്രാറ്റജിക് എഡ്ജ് എന്ന് വിളിച്ചത്. ലോകത്ത് വിജയിച്ച മനുഷ്യരെല്ലാം തങ്ങളുടെ ശത്രുക്കളെക്കാളും മത്സരരംഗത്തുള്ള മറ്റുള്ളവരെക്കാളും മുൻപേ ഓടാൻ തുടങ്ങിയവരാണ്. അതിനുള്ള ഏറ്റവും മികച്ച ആയുധമാണ് ബ്രഹ്മമുഹൂർത്തം നൽകുന്ന ഈ അധിക സമയം. പ്രിയ ചാണക്യലോകം പ്രേക്ഷകരെ, ഇന്നത്തെ മത്സരാധിഷ്ഠിതമായ ഈ ലോകത്ത്, കോമ്പറ്റിറ്റീവ് വേൾഡ്, മറ്റുള്ളവരേക്കാൾ ഒരുപടി മുന്നിലെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നാളെ മുതൽ ഈ ബ്രഹ്മമുഹൂർത്ത സമയം നിങ്ങളുടെ മുതലാക്കൂ. മറ്റുള്ളവർ ഉറങ്ങിക്കിടക്കുന്ന ആ നിശബ്ദമായ മണിക്കൂറുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിനായി പഠിക്കാം, പുതിയ സ്കില്ലുകൾ വളർത്തിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പ്ലാനുകൾ തയ്യാറാക്കാം. എല്ലാവരും ഉണർന്ന് ഓടിത്തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ ലക്ഷ്യത്തിന്റെ പകുതി ദൂരം പിന്നിട്ടിട്ടുണ്ടാകും. ചാണക്യൻ പറഞ്ഞതുപോലെ സമയത്തെ നിങ്ങളുടെ ദാസനാക്കി മാറ്റിയാൽ ഈ ലോകത്ത് നിങ്ങൾക്ക് അസാധ്യമായി ഒന്നുമില്ല. നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന് ലഭിക്കുന്ന മൂന്നാമത്തെ വലിയ ഗുണം അസാധാരണമായ ആത്മനിയന്ത്രണവും അച്ചടക്കവുമാണ്: സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് മാസ്റ്ററി ഓവർ സെൻസസ്. വിജയിച്ച മനുഷ്യരും പരാജയപ്പെട്ടവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നറിയാമോ? അത് അവരുടെ കഴിവിന്റെ കുറവല്ല, മറിച്ച് അച്ചടക്കത്തിന്റെ കുറവാണ്. പുലർച്ചെ 4 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് അലാറം അടിക്കുമ്പോൾ സുഖപ്രദമായ ആ ഉറക്കം ഉപേക്ഷിച്ച് ബെഡിൽ നിന്നും എഴുന്നേൽക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, ഇന്നുകൂടി ഉറങ്ങാം, നാളെ മുതൽ എഴുന്നേൽക്കാമെന്ന്. എന്നാൽ ആ ആലസ്യത്തെയും മനസ്സിന്റെ മടിയെയും തോൽപ്പിച്ച് നിങ്ങൾ എഴുന്നേൽക്കാൻ തയ്യാറായാൽ അന്ന് നിങ്ങൾ നേടുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. കാരണം അന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയാണ് കീഴടക്കിയത്. ആചാര്യ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്: തന്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു രാജാവിന് ഒരിക്കലും ഒരു സാമ്രാജ്യം ഭരിക്കാൻ കഴിയില്ല. സ്വയം ജയിക്കുന്നവനാണ് യഥാർത്ഥ വീരൻ. ചാണക്യൻ തന്റെ ശിഷ്യനായ ചന്ദ്രഗുപ്തനെ അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെയാണ് വളർത്തിയത്. എത്ര വലിയ പ്രതിസന്ധിയുണ്ടായാലും എത്ര കഠിനമായ കാലാവസ്ഥയായാലും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്ന ആ ശീലം ചാണക്യൻ തെറ്റിച്ചിരുന്നില്ല. ഈ പുലർകാല ശീലത്തിലൂടെയാണ് അദ്ദേഹം തന്റെ മനസ്സിനെ ഒരു ഇരുമ്പുകോട്ട പോലെ ശക്തമാക്കി മാറ്റിയത്.
തന്റെ മനസ്സിനെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ശത്രുക്കൾ വലിയ കെണികളൊരുക്കിയപ്പോഴും ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ നേരിട്ടപ്പോഴും ചാണക്യന് പതറാതെ നിൽക്കാൻ കഴിഞ്ഞത്. ദിവസവും രാവിലെ സ്വന്തം മടിയെ തോൽപ്പിച്ചുണരുന്ന ഒരു വ്യക്തിക്ക് പകൽ സമയത്ത് ജീവിതത്തിലുണ്ടാകുന്ന ഏതു വലിയ വെല്ലുവിളിയെയും വളരെ നിസ്സാരമായി നേരിടാൻ സാധിക്കും. കാരണം അവൻ ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ തന്റെ ഏറ്റവും വലിയ ശത്രുവായ മടിയെ തോൽപ്പിച്ചു കഴിഞ്ഞു. പ്രിയ ചാണക്യലോകം പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ദാസനാക്കി മാറ്റുക. അതിനുള്ള ഏറ്റവും മികച്ച പരീക്ഷണശാലയാണ് ബ്രഹ്മമുഹൂർത്തം. നാളെ രാവിലെ അലാറം അടിക്കുമ്പോൾ മടിയോട് നോ പറഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റാൽ നിങ്ങളുടെ ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് ഇരട്ടിയാകും. അങ്ങനെയുള്ള ഒരാളെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ഒരു ശത്രുവിനും കഴിയില്ല. ചാണക്യൻ പറഞ്ഞതുപോലെ അച്ചടക്കമുള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ വിജയത്തിന്റെ വാതിലുകൾ തനിയെ തുറക്കപ്പെടും. നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുമ്പോൾ ലഭിക്കുന്ന നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അസാധാരണമായ ആരോഗ്യവും ദീർഘായുസ്സുമാണ്. ഹോളിസ്റ്റിക് ഹെൽത്ത് ആൻഡ് എനർജി. കയ്യിൽ എത്ര വലിയ തന്ത്രങ്ങളുണ്ടായാലും എത്ര വലിയ പണവും പദവിയുമുണ്ടായാലും അത് ആസ്വദിക്കാനും വിനിയോഗിക്കാനും ശക്തമായ ഒരു ശരീരവും ആരോഗ്യവുമുള്ള മനസ്സും ആവശ്യമാണ്. ആധുനിക കാലത്ത് ചെറുപ്പക്കാരെപ്പോലും അലട്ടുന്ന മാനസിക സമ്മർദ്ദം, സ്ട്രെസ്, വിഷാദം, ഡിപ്രഷൻ, വിട്ടുമാറാത്ത ശാരീരിക അസുഖങ്ങൾ എന്നിവയ്ക്കുള്ള പ്രകൃതിദത്തമായ ഔഷധമാണ് ബ്രഹ്മമുഹൂർത്തം. ഈ സമയത്ത് പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധമായ വായു ശ്വസിക്കുന്നതും ശാന്തമായ അന്തരീക്ഷത്തിൽ സമയം ചിലവഴിക്കുന്നതും നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയെ, ഇമ്മ്യൂണിറ്റി ഇരട്ടിയാക്കുകയും മുഖത്തിന് ഒരു പ്രത്യേക തേജസ്സും ദീർഘായുസ്സും പ്രസലനീകരിക്കുകയും ചെയ്യും. ആചാര്യ ചാണക്യൻ തന്റെ ജീവിതത്തിൽ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയിരുന്നത്. അദ്ദേഹം തന്റെ ചാണക്യനീതിയിൽ പറയുന്നു, ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യവുമുള്ള ഒരു ബുദ്ധി ജീവിക്കുന്നത്. രോഗാതുരമായ ഒരു ശരീരത്തിന് ഒരിക്കലും വലിയ ലക്ഷ്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. ചാണക്യൻ ഒരു മികച്ച ഭരണാധികാരിയും തന്ത്രജ്ഞനും മാത്രമല്ല, ആയുർവേദത്തിലും പ്രകൃതി രഹസ്യങ്ങളിലും വലിയ അറിവുള്ള ആളായിരുന്നു. ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണങ്ങളെയും മാനസിക സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് വാർദ്ധക്യത്തിലും ഒരു ചെറുപ്പക്കാരന്റെ ഊർജ്ജത്തോടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ചാണക്യന് കഴിഞ്ഞത് അദ്ദേഹം ബ്രഹ്മമുഹൂർത്തത്തിൽ ശീലമാക്കിയ ദിനചര്യകൾ കൊണ്ടായിരുന്നു. ഈ സമയത്ത് ഉണർന്ന് പ്രാണായാമം ചെയ്യുന്നതും പ്രകൃതിയോട് ഇണങ്ങി ചിന്തിക്കുന്നതും അദ്ദേഹത്തിന്റെ ശരീരത്തിന് അസാധാരണമായ പ്രതിരോധശേഷി നൽകി. അതുകൊണ്ടുതന്നെ ശത്രുക്കൾ പലതവണ വിഷം നൽകി വധിക്കാൻ ശ്രമിച്ചിട്ടും കഠിനമായ കാട്ടുജീവിതം നയിക്കേണ്ടി വന്നിട്ടും ചാണക്യന്റെ ആരോഗ്യത്തെയോ അദ്ദേഹത്തിന്റെ മൂർച്ചയേറിയ ബുദ്ധിയെയോ തകർക്കാൻ ആർക്കും സാധിച്ചില്ല. പ്രിയ ചാണക്യലോകം പ്രേക്ഷകരെ, ആശുപത്രികളിലും മരുന്നുകളിലും അഭയം പ്രാപിക്കുന്നതിനു മുൻപ് പ്രകൃതി നമുക്കായി ഒരുക്കിവെച്ചിരിക്കുന്ന ഈ അത്ഭുത സമയം ഒന്ന് ഉപയോഗിച്ചു നോക്കൂ. രോഗമില്ലാത്ത ശരീരവും സമ്മർദ്ദമില്ലാത്ത മനസ്സുമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നതിലൂടെ ആ സമ്പത്താണ് നിങ്ങൾ സ്വന്തമാക്കുന്നത്. ആരോഗ്യമുള്ള ഒരു ശരീരവും ചാണക്യന്റെ തന്ത്രപ്രാധാന്യമുള്ള ബുദ്ധിയും ഒത്തുചേർന്നാൽ ഈ ലോകത്ത് നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയാത്തതായി യാതൊന്നുമില്ല.